ആഗോള വ്യാപകമായി അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടിച്ച സംഭവം തന്നെയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണ കൊള്ള. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ ഉമ്മറ കട്ടളപ്പടിയും ഉമ്മറ വാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അടിച്ചു മാറ്റി വിറ്റു എന്നുള്ള ഈ ഒരു സംഭവം പുറം ലോകം അറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ ഭക്തർ എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ഏറെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 90% ആളുകളും CPM-ന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന സമുന്നതരായ നേതാക്കളാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി SIT നടത്തിയ അന്വേഷണം ആദ്യപാദത്തിൽ സ്തുത്യർഹമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പിന്നീട് അന്വേഷണം മന്ദീഭവിച്ച നിലയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ SIT-യെ വിമർശിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുവാൻ ഇത്ര താമസം? അല്ലെങ്കിൽ ഉന്നതരായ ആളുകളെ എന്തുകൊണ്ടാണ് SIT ഭയപ്പെടുന്നത് എന്ന തരത്തിൽ തന്നെയാണ് പിന്നീട് കോടതി ഇത്തരം കാര്യങ്ങളിൽ വിമർശനാത്മകമായി പ്രതികരിച്ചുകൊണ്ട് SIT-യെ രൂക്ഷമായ ഭാഷയിൽ തന്നെ താക്കീത് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT ഞെട്ടുന്ന ഒരു നീക്കമാണ് നടത്തിയത്. കണ്ഠരര് രാജീവര് ഈ കേസുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. എന്നാൽ കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായി കൊണ്ട് 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ട് പിന്നീട് അതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ കേരളം അറിയുകയുണ്ടായില്ല. കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് വളരെ രഹസ്യമായി തന്നെയാണ്, രഹസ്യ കേന്ദ്രത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്തത്. എന്നാൽ അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും SIT പോയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള ശബരിമല പോലുള്ള ഒരു വലിയ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും അതിന്റെ അണിയറ പ്രവർത്തകരും അറിഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു കൊള്ള നടക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ശബരിമല തന്ത്രിയുടെ അറസ്റ്റിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട്, അഥവാ തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ, എന്നാൽ മറ്റുള്ള ഇടങ്ങളിലെല്ലാം അന്വേഷണം വ്യാപകമായി പോകാതെ മന്ത്രിയെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ചില വ്യാഖ്യാനങ്ങൾ ഉയരുമ്പോൾ അഖില ഭാരതീയ തന്ത്രി പ്രചാരക് സഭ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ ചേർന്ന സമ്മേളനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. മന്ത്രിയെയോ അല്ലെങ്കിൽ തൽപര കക്ഷികളെയോ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഈ വിഷയത്തിൽ സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെങ്കിൽ അതൊരിക്കലും അനുവദനീയമല്ല എന്ന് തന്നെയാണ് അഖില ഭാരതീയ തന്ത്രി പ്രചാരക് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രസ് ക്ലബ്ബിൽ തുറന്നടിച്ചത്. അഖില ഭാരതീയ തന്ത്രി പ്രചാരക് സഭയുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. കുറ്റവാളികൾ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം. ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു വിഷയം. കാര്യം 15 രാജ്യങ്ങളിലായിട്ട് 1000 ക്ഷേത്രങ്ങളിലെ തന്ത്രമുള്ളൊരു തന്ത്രിയാണ് അദ്ദേഹം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ചോദ്യം ചെയ്തതായിട്ട് കാണാൻ പറ്റി. അതിനുശേഷം അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു വാർത്തയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. കൂടാതെ തന്നെ അന്വേഷണ സംഘം നമ്മൾ കേട്ടതാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിൻ്റെ പേര് വരെ ലിസ്റ്റിലുള്ളതായിട്ട്. ഇതുവരെ അതിൻ്റെ ചോദ്യം ചെയ്യലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കൂടാതെ ഈ കവർച്ച നടന്ന സമയത്തുള്ള ബോർഡ് അംഗങ്ങളെയും അതിലൊരു ബോർഡ് അംഗത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. നമ്മളെല്ലാവരും വാർത്ത കേട്ടു, മാധ്യമങ്ങളിൽക്കാരെല്ലാവരും അറിഞ്ഞു തന്നെ വിശ്വസിക്കുന്ന പത്മകുമാർ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്തുള്ള ബോർഡ് അംഗം വിജയകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. കൂടാതെ തന്നെ ശങ്കർദാസ്, അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തെന്നുള്ള ഹൈക്കോടതിയുടെ കർശനമായ വിമർശനം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അധികാരം ദുർവിനിയോഗപ്പെടുത്തുക എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കവർ ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെ പണം സ്വർണം എവിടെ എത്തി, ആരുടെയൊക്കെ കയ്യിൽ കടന്നു നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് CBI അന്വേഷണം തന്നെ ശക്തമായിട്ട് വേണം. കൂടാതെ തന്നെ ഈ കേസിന് സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ട് പല ബന്ധങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടും ഇല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരൂ. കൂടാതെ തന്നെ മകരവിളക്ക് അടുത്തിരിക്കുക ഭക്തജനങ്ങളുടെ വികാരങ്ങളെ പോലും മാനിക്കാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് വേദനാജനകം തന്നെയാണ്. ഹൈന്ദവ സമൂഹത്തിന് തന്നെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ എല്ലാ ദുരൂഹതകളും നീക്കി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതിനായിട്ട് CBI ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് CBIക്ക് അന്വേഷണം വിട്ടുകൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കൂടാതെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ഉണ്ട്, സമൂഹത്തിനോട് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാരിനോട് തന്നെയാണ് ചോദിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല ക്ഷേത്രങ്ങളിൽ ആഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ഇതിനെല്ലാം ആ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടുന്നതാണോ നടപടി? അതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഈ സ്വർണം പോയി എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അവിടെ തന്ത്രി എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷകൻ മാത്രമാണ്. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള പലരും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതിനകത്ത് പേപ്പർ പാസ്സാക്കി കൊടുക്കുക, ഇത് പുറത്ത് സ്വർണ്ണപ്പാളികൾ പുറത്ത് കൊണ്ടുപോകാൻ കൂട്ടുനിന്ന് അവരൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ ഈ തന്ത്രി അകത്ത് കിടക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ഇനി ഇതുപോലെയുള്ള കേരളത്തിനകത്തുള്ള പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അവിടെയെല്ലാം തന്ത്രിമാരെ പിടിച്ച് അകത്തിടുന്ന ഒരവസ്ഥ ഇനിയെങ്കിലും ഉണ്ടാവരുത്. കൂടാതെ തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ആചാരാനുഷ്ഠാനങ്ങളുടെ അവസാന വാക്കെന്ന് പറയുന്നത് തന്ത്രി തന്നെയാണ്. അനുജ്ഞ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെന്തോ വിനു ചോദിക്കുകയുണ്ടായി രാഹുൽ ഈശ്വറിനോട്, എന്താണ് അനുജ്ഞയെന്ന്. അപ്പോൾ ദേവന്റെ പ്രസാദത്തിൽ ഇടപെടുന്നത് അധിപതി ദേവന്റെ അനുമതി വാങ്ങണമെന്നാണ് തന്ത്രശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത്. അപ്പോൾ ഈ പ്രാസാദം അവരുടെ അഭിപ്രായത്തിൽ ദിവ്യ ശരീരത്തിൻ്റെ ഭാഗമാണ്, ഭഗവാന്റെ ദിവ്യ ശരീരത്തിൻ്റെ ഭാഗമാണ് പ്രാസാദം. അതിനാൽ ശ്രീകോവിലിലെ ക്ഷേത്രപ്രാസാദത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ പുനരുദ്ധാരണമോ മറ്റ് മരാമത്ത് ജോലികളോ നടത്തേണ്ടി വരുമ്പോൾ അനുജ്ഞാ കലശം നടത്തേണ്ടത് ആവശ്യമാണ്. ഇതൊരു പ്രാർത്ഥനാ ചടങ്ങായിട്ടാണ് നടത്തുന്നത്. ഭഗവാനോട് നമ്മുടെ ആവശ്യം എന്താണോ അത് പ്രാർത്ഥനയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അനുജ്ഞാ കലശമാടി അനുവാദം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കൂടാതെ തന്നെ അതായത് ക്ഷേത്രങ്ങളുടെ പ്രാസാദത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ സ്ഥാനചലനമോ ഭൗതിക ഘടനയ്ക്ക് തടസ്സമോ ഉണ്ടാക്കാത്ത ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഈ ചടങ്ങ് ആവശ്യമില്ല, അനുജ്ഞ എന്ന് പറയുന്ന ചടങ്ങ് ആവശ്യമില്ല. അപ്പോൾ അനുജ്ഞ എന്താണെന്ന് പോലും അറിയാതെ ഈ ചാനൽ ചർച്ചയിൽ കയറി ഇരുന്നുകൊണ്ട് പലരും അഭിപ്രായം പറയുമ്പോൾ സത്യം പറയാൻ കേട്ടിട്ട് വിഷമമാണ് തോന്നുന്നത്. കാര്യം ഈ തന്ത്രം എന്താണെന്നോ ഇല്ലെങ്കിൽ ഈ അനുഷ്ഠാന കലകൾ എന്താണെന്നോ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്നോ പോലും അറിയാതെ വന്ന ചാനലിനകത്തിരുന്നുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യണം, അയാൾ കള്ളനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മൾ പലരും അദ്ദേഹത്തിനെ വളരെ ഉയർത്തി തന്നെ കാട്ടിയിട്ടുണ്ട്. കാരണം വേറൊന്നുകൊണ്ടല്ല, കാര്യം പറഞ്ഞു തരാം. സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടിനെ നമ്മൾ മാധ്യമക്കാർ തന്നെ, നിങ്ങളുടെ മാധ്യമക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത്, അല്ലേ? കാര്യം അദ്ദേഹം എടുത്ത തീരുമാനം ശക്തമായിരുന്നു. സ്ത്രീ പ്രവേശനം വിഷയം വന്ന സമയത്ത് അദ്ദേഹം ആൾക്കാരെ എല്ലാം മാറ്റി നിർത്തി ശുദ്ധി ചെയ്യുകയും കൂടാതെ നടയടച്ച് ശുദ്ധി നടത്തുകയും കൂടാതെ തന്നെ പൂട്ടി താക്കോല് മാറ്റിവെക്കും എന്ന് പറഞ്ഞൊരു തീരുമാനത്തിന് നമ്മളെല്ലാവരും അനുകൂലിച്ച ആൾക്കാരാണ്. പക്ഷേ ഇന്ന് സംശയത്തിൻ്റെ നിഴലിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നൊരവസ്ഥ വന്നപ്പോൾ ഇന്നും കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹം അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് ഇന്നത്തെ അറസ്റ്റ്. കൂടാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം, ഇപ്പോൾ ഒരാളെ നമ്മൾ നിയമത്തിൻ്റെ വഴി പറയുകയാണ്, ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറയണേ എനിക്ക് ഇന്ന ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് പിന്നീട് ഇപ്പം വേറൊരു ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഏതൊരു പൗരനും കാര്യങ്ങൾ ചോദിക്കാനും വ്യക്തമായിട്ട് പുറത്ത് അത് കൊണ്ടുവരാനും ഉള്ള അവകാശമുള്ളൊരു നാട് തന്നെയാണ് ഇന്ത്യ. ഇന്നിവിടെ ഈ പത്രപ്രസ്താവന നടത്തി നമ്മുടെ നാളെ അറസ്റ്റിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല, അതും തീർത്ത് പറയണു. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ പേടിച്ചേ പറ്റൂ. ഇന്നെന്തെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അറസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കാരണം കൂടാതെയുള്ള പല പല അറസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കലകളും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കേണ്ടത് തന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും അധികാരപരിധി അദ്ദേഹത്തിനില്ല എന്ന് നമ്മൾ ഏവരും മനസ്സിലാക്കണം. അപ്പോൾ അതെന്താണോ അവിടെ ഒരു അനുജ്ഞ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പുനരുദ്ധാരണ വിഷയം വരുമ്പോൾ അനുജ്ഞ കൊടുക്കുക എന്നുള്ളൊരു അവകാശം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ CBI അന്വേഷണം ഉണ്ടാവും. CBI അന്വേഷണം ഉണ്ടാകുന്നതോടുകൂടി ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെ പേരുകളും പുറത്തു വരും. എന്തായാലും അത് തന്നെ ആവശ്യം. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷ അനുഭവിക്കുക. ഒരു സാധാരണ ശാന്തിക്കാരനെ പോലെ ഒന്നും തന്ത്രി ശമ്പളക്കാരനല്ല. എന്നാൽ ഏത് ക്രിയയുണ്ടോ ആ ക്രിയയുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാതെ എങ്ങനെ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാൻ പറ്റും?
ഇനിയും 1998 എന്നാണ് ഇത് പൂശിയ സമയത്ത് അനുജ്ഞ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. കോടതി വിഷയമായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കായാലും സത്യം തെളിയണം, നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്കണക്കിന് പോയാൽ നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് ഒരു കല്ലും നെല്ലും തിരിയണം. അതായത് ആചാരങ്ങൾക്ക് മാത്രം ബന്ധപ്പെട്ട ഒരാളെ ബലി കഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരനെയോ ബലി കഴിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ളവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാരൊക്കെ പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പണ്ടായാലും ഗുരുവായൂർ കേസിൽ രത്നഹാര കേസിൽ പോലും തന്ത്രിയോ ആരെങ്കിലും ശിക്ഷ അനുഭവിച്ചെങ്കിലും പിന്നെ അത് കിണറ്റി കിടന്ന് കിട്ടി. അപ്പോൾ ഇന്ത്യൻ പീനൽ ഇത് വെച്ചിട്ട് അല്ല ഭാരതീയ സംഹിത വെച്ചിട്ട് നിയമസംഹിത വെച്ചിട്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇപ്പോൾ 10 ദിവസം അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങളോ മറ്റങ്ങളോ കാര്യങ്ങൾ എന്തൊക്കെയായാലും പിന്നീട് നമുക്കിത് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം അതുപോലെ ചാനൽ ചർച്ചയിലായാലും എന്തായാലും ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ ആചാര്യ പറയുകയാണ്. 1890 പോലും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ശാന്തി കഴിച്ചതിൻ്റെ വിഷയങ്ങളുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു CBI അന്വേഷണം തന്നെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു റിട്ട് അതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ആ വിവരമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് മാത്രം. ഇവർ വിവാദങ്ങളല്ല ഉദ്ദേശം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ഉറപ്പാകുന്നിടം വരെ കുറ്റാരോപിതൻ മാത്രമാണ്. അതുവരെ അവർക്ക് ആ ആനുകൂല്യങ്ങൾ കൊടുത്തും തേജോവധം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ദയവായിട്ട് പൊതുജന സമൂഹം ഒരു നിഷ്പക്ഷ സമീപനം എടുക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ഒരു ഹൈക്കോടതിയിലോട്ടൊരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. കാര്യം പറഞ്ഞാൽ ആചാര്യ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതിൽ തന്ത്രി എന്ന് പറയുന്ന ഒരു ഹോണറബിൾ പോസ്റ്റാണ് തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, വിഗ്രഹം, ആ പ്രതിഷ്ഠയ്ക്കുള്ള പൂജാകാര്യങ്ങൾ, നവീകരണം, അങ്ങനെയുള്ള ഒത്തിരി കലശം, ഇങ്ങനെയുള്ള പൂജകൾക്ക് മാത്രമാണ് തന്ത്രിയുടെ പ്രാതിനിധ്യം പറയുന്നത്. അപ്പോൾ തന്ത്രിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നമ്മുടെ സഭയുടെ നിലപാട്. പക്ഷേ അത് സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം കൊണ്ടുവരണം.